അച്ഛൻ ഇവിടെ ഒരു സുഭിക്ഷ ഹോട്ടലില്ലേ? ജനകീയ ഹോട്ടലല്ലേ? ജനകീയ ഹോട്ടൽ ഈ കാണുന്നത് കുറെ പോണോ? ഈ വളം ഈ ഗേറ്റ് കാണുന്നത്. ആയിക്കോട്ടെ, അവിടെ വണ്ടി പാർക്കാൻ സ്ഥലം ഉണ്ടല്ലോ. ആ ഉണ്ട്, അകത്തോട്ട് കയറ്റാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ. കഴിച്ചാ? ആ കഴിച്ചു. നല്ല മത്തി പൊരിച്ച മണം ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ മൂക്കിൽ. ഹായ്, വിശപ്പിന് വിടാ നാടിന് നിറവ്, വിശപ്പിന് ഹിത കേരളം, അതാണ് പദ്ധതി. ഹായ്, തിരക്കിലാണോ? ആണോ? ഭക്ഷണമൊക്കെ റെഡി? റെഡി. ഓക്കെ, എന്താ പേരെന്താ? എൻ്റെ ഒരു പ്രസന്ന. പ്രസന്ന. നക്ഷത്ര ലാഭത്തിലല്ലേ? ഇതിന് ചിരിയൊക്കെ എന്നെ ആക്കി ചിരിച്ചാണോ? അല്ല, അപ്പൊ ലാഭത്തിലാട്ടോ പരിപാടി ആണല്ലേ. അപ്പൊ എന്നാ പോവാ? ആ കമോൺ. നമ്മൾ ലൈവ് പോയി എടുക്കുന്നതാണ് കേട്ടോ മീൻ. നമ്മൾ മാർക്കറ്റിൽ നിന്നും മേടിക്കുന്നതല്ല, തോട്ടപ്പള്ളി പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ്. പച്ച, നല്ല ഒന്നാന്തരം പച്ച കണ്ടോ, ചൂരയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മളിതിവിടെ ഒരു പീസ് 30 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പോട്ടിയാണേ. ഇതും നമ്മൾ 30 രൂപ വെച്ചാണ് കൊടുക്കുന്നൊരു പ്ലേറ്റ്. 30 രൂപയ്ക്കാണ് കേട്ടോ. ഫ്രൈ ആണ് ഇത്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് മത്തിയാണ് കേട്ടോ. മറ്റേത് ചിലപ്പോൾ അയിലൊക്കെ കാണും. 5-6 പീസ് നമ്മൾ 30 രൂപയ്ക്ക്, അതും 30 രൂപയാണ് കൊടുക്കുന്നത്. എന്തോ ഈ സബ്സിഡിയും കാര്യമൊക്കെ എങ്ങനെയാ അവസ്ഥ? സബ്സിഡി സർക്കാരിൻ്റെതാണ്. ഇത് സുഭിക്ഷ സ്പെഷ്യൽ അല്ല, 30 രൂപ. അപ്പോൾ ഒരു ഊണിന് നമുക്ക് എത്ര കിട്ടും സബ്സിഡി? 5 രൂപ. 5 രൂപ. ആ 5 രൂപ. കാര്യങ്ങളൊക്കെ മുതലാകുന്നെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുന്നു. 4 സ്റ്റാഫ് ഉണ്ട്, എല്ലാവർക്കും കൊടുക്കണം. കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നീതിയൊന്നുമില്ല, പക്ഷെ അലലില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ജനങ്ങള് ഹാപ്പിയാണ്. അതാണ്. ഒരു ബീഫ് റോസ്റ്റ് 4 ഇറച്ചി. ടോക്കൺ അവിടെ അടിക്കും. ചേട്ടന് 50 രൂപ അടിച്ചേക്കുന്നു. എന്താ സ്പെഷ്യല്? മീൻകറി. ഈ പണിക്കാർ കൂടുതൽ വരും ഈ ഭാഗത്തുള്ള സാധാരണ പണിക്കാർ. 30 രൂപ കറി. ഇത് 30 രൂപ. ചോറുണ്ട്, മെഴുക്കുവരട്ടി ഉണ്ട്. ഇന്നത്തെയാണ് മെഴുക്കുവരട്ടി ഉണ്ട്. പിന്നെ ഒരു കൊണ്ടാട്ടം ഉണ്ട്. പിന്നെ കടുകുമാങ്ങയുണ്ട്, സാമ്പാറുണ്ട്, മീൻചാറുണ്ട്. അത് മത്തി പറ്റിച്ചതാ. ഇത് ഭയങ്കര ഓട്ടമാണ് ഇവിടെ. ഇത് 30 രൂപയാ ഒരു പ്ലേറ്റ്. 30 രൂപ. ഇത് കണ്ടോ. പിന്നെ മത്തി വറുത്തതുണ്ട്, കക്കയിറച്ചി ഉണ്ട്, പോട്ടിയുണ്ട്. ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളവർക്ക് അവരെ ഇത് ബീഫ് റോസ്റ്റ് ആണ്. ഇത് 30 രൂപയാണ്. ചൂരക്കറി ഇതെല്ലാം 30 രൂപ. നമ്മളെ പ്രതീക്ഷിച്ച് കുറെ പിള്ളേരും കുറെ ജനങ്ങളും ഒക്കെ വരും. അവരെ നമ്മൾ നിരാശപ്പെടുന്നത് ശരിയല്ല, ലാഭമല്ല. അത് തന്നെ അവരുടെ ഒരു സന്തോഷം. അതാണ്. പിന്നെന്താ, നമ്മളെ അകത്ത് ഉച്ച സമയം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടേബിൾ പുറത്തേക്ക് ഇട്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷെ ടേബിൾ പുറത്തിട്ട് ഗംഭീര ആംബിയൻസ് ആട്ടെ. ഇത് പൊളിച്ചു. ഇവിടെ ഇത് വെച്ചിരുന്ന മഴയായിട്ട് ചാരി വെച്ച. ഇവിടെ ഉണ്ടായിരുന്നു പന്തലൊക്കെ കെട്ടി പിള്ളേർക്കെല്ലാം ഇരിക്കാൻ. അത് മഴയായതുകൊണ്ട് എടുത്ത് ചാരി വെച്ചിരിക്കുക. സ്പെഷ്യൽ എല്ലാം എടുത്തോണ്ട് വരട്ടെ. ഓക്കെ, എല്ലാം പോരട്ടെ. ഇത് ചൂരക്കറിയാണേ. ഇത് ബീഫ് കറിയാ. ഇത് കക്ക ഇറച്ചി. ഇത് മീൻ പറ്റിച്ചത്. ഇത് മീൻ വറുത്തത്. ഇത് പോട്ടി. ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. മീൻ കുറവായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ കൂടെ കാണുന്നതാണ്. നമ്മളിപ്പോ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എവിടെയാണ് വരുന്നത്? ഇപ്പോൾ ഇതിപ്പോ ആലപ്പുഴ വരുവാണെങ്കിൽ പുന്നപ്ര വന്നിട്ട് ഇവിടെ നമ്മുടെ കാർമൽ പോളിടെക്നിക്കിന്റെ കറക്റ്റ് കിഴക്കോശം. അറവാട് ശ്രീദേവി ക്ഷേത്രമാണ് ഇവിടെ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത്. അമ്പലത്തിന്റെ തൊട്ട് പറ്റയാ. ഇവിടെ എല്ലാരും അത് കറക്റ്റ് അറിയാം. ഈ ജനകീയ ഹോട്ടലിൽ ഇവിടെ നമ്മുടെ സുഭിക്ഷ ഇവിടെ ഉള്ളൂ. നല്ല കുടംപുളിയിട്ട മീൻകറി അതും കൂട്ടി കുഴച്ചിങ്ങനെ അടിക്കണം. ഇഷ്ടപ്പെട്ടോ? കറി പൊളിച്ചു. നമ്മുടെ കള്ളുഷാപ്പിലെ കറി ടേസ്റ്റ് ഉണ്ട്. അതാണ് കള്ളും കൂടെ ഉണ്ടാക്കി കൊള്ളായിരുന്നു അല്ലേ? ഇപ്പോൾ ഹൈവേയിലെ വണ്ടിയെല്ലാം ഇപ്പോൾ റോഡ് പൊളിച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഹൈവേയിൽ ഒരു കടയും മുറിയും കൊണ്ട് എടുത്തിട്ടുണ്ട്.
ആണോ നമുക്ക് മാറുന്നുണ്ട് ആ അപ്പോൾ ഇല്ല ഇവിടുന്ന് ഇത് മാറ്റത്തില്ല. ഇവിടെ നമുക്ക് സ്ഥലം വേണം. അപ്പോൾ ഇവിടുന്ന് അപ്പൊ ഇവിടുന്ന് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി അവിടുന്ന് വരുന്നവർക്ക് എളുപ്പം ഇങ്ങോട്ട് കയറി വരേണ്ട ബുദ്ധിമുട്ടോർത്ത് അവിടെ നിന്ന് കഴിക്കാനുള്ള സംവിധാനം കൂടെ ഇണക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി തരും നമുക്ക് അടുത്ത കടന്ന് കാണാം അവിടുന്ന്. പിന്നെ അത് ഉടനെ റോഡ് പണി തീർന്നു പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യും. അന്നേരം ഉടനെ വരണം അവിടെ നിന്നും കഴിക്കാവേ. കുളിക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും അതുവരേക്കും തൽക്കാലം ഓക്കെ ബൈ.